ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്ന് 8 പേർ മരിച്ചു. മരിച്ചവരിൽ 5 എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ ശങ്കർ, വളരെ മോശം കാലാവസ്ഥയാണ്, അതുതന്നെ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണോ കോപ്റ്റർ അപകടവും സംഭവിക്കുന്നത്? പ്രസാദ്, ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം വ്യോമസേനയുടെ MI-17 എന്ന ഹെലികോപ്റ്ററാണ് ഇപ്പോൾ താഴ്ന്നു വീണിരിക്കുന്നത്. ഇത് കേദാർനാഥിൽ നിന്നും തീർത്ഥാടകരെ രക്ഷപ്പെടുത്തി ഗൗരികുണ്ടിലേക്ക് എത്തിക്കാനായിരുന്നു ഈ ഹെലികോപ്റ്ററിന്റെ ശ്രമം. എന്നാൽ വഴിമധ്യേ ഇത് തകർന്നു വീഴുകയായിരുന്നു. ഈ ഹെലികോപ്റ്ററിൽ 5 രക്ഷാപ്രവർത്തകർ എന്ന് പറയുമ്പോൾ വ്യോമസേനയുടെ 5 ഉദ്യോഗസ്ഥരും അതോടൊപ്പം 3 സാധാരണക്കാരും ഉണ്ടായിരുന്നു. ഇവർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണത്തിന് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ അപകടം ഒരു തരത്തിലും രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നും രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്ന് പുരോഗമിക്കുമെന്നും ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ വളരെ മോശം കാലാവസ്ഥയായിരുന്നു, വലിയ മഴയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇടയ്ക്ക് ചെറിയ കാലാവസ്ഥയിൽ ചെറിയ മാറ്റം വന്നതോടെ രക്ഷാപ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയായിരുന്നു. എന്താണ് ഇപ്പോൾ ഉണ്ടായ അപകടത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പ്രസാദ്, അരുൺ ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.